യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പുറപ്പാടിൻ്റെ പുസ്തകം 35 21 വാക്യം. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ ദൈവസന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ അവർ ദൈവസന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. നമ്മുടെ നന്മകൾ വാഴാത്തതിൻ്റെ കാര്യം, നമ്മുടെ നന്മകൾ നമ്മളെ ഭരിക്കാത്തതിൻ്റെ കാര്യം, നമ്മുടെ നന്മകൾ നമുക്ക് സൗഭാഗ്യവും അനുഗ്രഹവും കൊണ്ടുവരാത്തതിൻ്റെ കാര്യം നിർബന്ധം കൊണ്ടും ഒരുപക്ഷെ മറ്റുള്ള പുറത്തുനിന്നുള്ള ഇമ്പറ്റസ് കൊണ്ടുമാണ് നമ്മൾ നന്മ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മ ചെയ്യുമ്പോൾ, ഉള്ളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിൽ കാഴ്ച കൊടുക്കുമ്പോൾ, ഹൃദയം കൊടുക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, സഹോദരനെ മാനിക്കുമ്പോൾ ഒരു ആന്തരിക പ്രചോദനത്തിൻ്റെ കുറവ് കിടക്കുക. പെട്ടെന്നൊരു പ്രഭാഷണം കേട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു, നമ്മൾ പെട്ടെന്ന് ആരുടെ നിർബന്ധത്തിന് പേടിച്ചിട്ട് നിർബന്ധത്തിൻ്റെ ഭാഗമായി ചില നന്മകൾ ചെയ്തു. അതൊന്നുമല്ല നന്മ. ഒരു മനുഷ്യൻ്റെ ഉദാര മനസ്സിൽ നിന്നും ആന്തരിക പ്രചോദനത്തിൻ്റെ ഭാഗമായി, തടഞ്ഞു നിർത്താനാവാത്ത ഒരു നന്മയുടെ ഒഴുക്കിൻ്റെ ഭാഗമായി നീ ദൈവസന്നിധിയിൽ വരണം, കർത്താവിൻ്റെ സഭയ്ക്ക് നൽകണം, സുവിശേഷത്തിന് കൊടുക്കണം, നീ നന്മ ചെയ്യണം. അത് ഉള്ളിൽ നിന്നൊരു ആന്തരിക പ്രചോദനത്തിൻ്റെ നിറവിൽ നിന്നാകണം. അപ്പോൾ അത് 60 മേനിയും 100 മേനിയും ഫലങ്ങൾ നിനക്ക് തന്നെ കൊണ്ടുതരും. നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ടും സഭയെ സ്നേഹിച്ചിട്ടും നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി കിട്ടാത്തതിൻ്റെ കാര്യം ഒരു ആന്തരിക പ്രചോദനം അനുസരിച്ചല്ല. ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ചിലപ്പോൾ പേടിച്ചിട്ട്, ചില നേർച്ചയുടെ ഭാഗമായി ഭയന്നിട്ട്, സംരക്ഷണം കിട്ടാനുള്ള കൊതിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ നന്മകൾ ചെയ്യുന്നത്. ഉള്ളിൽ നിന്നൊരു പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആന്തരിക പ്രചോദനത്തിൻ്റെ ഫലമായി കർത്താവിൻ്റെ സഭയ്ക്ക് കൊടുത്താൽ, സുവിശേഷത്തിന് കൊടുത്താൽ, ദരിദ്രർക്ക് കൊടുത്താൽ അതെല്ലാം 10 മടങ്ങായി കർത്താവ് നമുക്ക് തിരിച്ചു തരും. കാരണം കർത്താവ് ആരോടും കടക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ.